എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനേഷ് ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഭൂരിപക്ഷം ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി എന്നുള്ളത്. ഈ അസിഡിറ്റി എങ്ങനെ ഉണ്ടാവുന്നു, അതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മുടെ ശീലങ്ങളിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ആഹാരശീലങ്ങളിലുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമായിട്ട് വരുന്നത്. അതിൽ ഒന്നാമതെന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്കുള്ള ആഹാര രീതികൾ, അതൊരു അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശക്കാതെ ആഹാരം കഴിക്കുന്നത്. ഓക്കെ. അസമയത്തുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആൾക്കാരും വളരെ വൈകി രാത്രി 8 മണിക്ക് ശേഷം 9-10 മണിക്കല്ല ആഹാരം കഴിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റാവുന്ന ഒരു ദൃശ്യങ്ങൾ വൈകുന്നേരം മാത്രം തുറക്കുന്ന നിരവധി ഹോട്ടലുകളാണ്. വൈകുന്നേരം മാത്രം, അതായത് പകൽ സമയമൊന്നും തുറക്കാതെ വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നവരെ വർക്ക് ചെയ്യുന്ന, തുറന്ന് പ്രവർത്തിക്കുന്ന നിരവധി ഹോട്ടലുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഭക്ഷ്യ സംസ്കാരം ആകെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ശരി. നമ്മൾ ദഹനേന്ദ്രിയ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വന്നാൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഒരു 8 മണിക്ക് ശേഷമേ ഉള്ളൂ ശരിക്കും എന്താവുള്ളൂ, നമ്മുടെ ദഹനം ഒന്ന് ആക്റ്റീവായി വരികയുള്ളൂ. അതുപോലെ വൈകിട്ട് 8 മണി കഴിഞ്ഞാൽ ദഹനം മന്ദഗതിയിലാവും. സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ആ സമയത്ത് 12-1 മണി, 12:30-1 മണി, ഈ സമയത്തൊക്കെ നല്ല ദഹനവും നല്ല ആക്റ്റീവായി, ഉച്ച സമയത്ത് നല്ല ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് പൊതുവെ പറയാറുണ്ട്, ഉച്ച സമയത്ത് നല്ല പോലെ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 3 നേരം ഭക്ഷണമാക്കി ശീലിക്കുന്നതും വിശപ്പനുസരിച്ച് കഴിക്കുന്നതും വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. അതായത് അമിതമായ എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നിവ നമ്മൾ പ്രധാന ഭക്ഷണത്തിൻ്റെ കൂടെ ഇതെല്ലാം അമിതമായി കഴിക്കുന്നത് വളരെ ദോഷം ചെയ്യും. പിന്നെ ഇന്ന് പ്രത്യേകിച്ചും എണ്ണക്കടികൾ അമിതമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എണ്ണക്കടികളുടെ വലിയൊരു ദൂഷ്യം നമുക്ക് ഒന്നും പാം ഓയിലല്ല. ഏത് ഓയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പാം ഓയിൽ എന്ന് പറയും. പാം ഓയിലൊക്കെ ഇവിടെ എത്ര അധികം കിട്ടാൻ? യഥാർത്ഥ പാം ഓയിലിൻ്റെ വില വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഓയിലുകളാണെന്ന് ഒരുപാട് ആർട്ടിക്കിൾ നമ്മൾ പത്രത്തിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇത്തരം എണ്ണകളിൽ ഉണ്ടാക്കുന്ന ഈ എണ്ണക്കടികളൊക്കെ തന്നെ നമുക്ക് വളരെയധികം അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ലഘൂകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നതിലേക്ക് പോവാം. നമുക്കിത് കുറയ്ക്കാൻ, അസിഡിറ്റി കുറയ്ക്കാനുള്ള എളുപ്പമാർഗം, നമ്മൾ കഴിക്കുന്ന ആഹാരം കുറേ ആൽക്കലൈൻ ആയിരിക്കണം. പൊതുവേ നമ്മൾ കഴിക്കേണ്ടത് ആൽക്കലൈനാണുള്ളത് കൂടുതലാണ് കഴിക്കേണ്ടത്. ക്ഷാരാംശമുള്ള ആഹാരം നമ്മൾ കൂടുതൽ കഴിക്കണം, അമ്ലാംശമുള്ള കുറവ് കഴിക്കണം. പലപ്പോഴും ഇത് നേരെ വിരുദ്ധമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ക്ഷാരാംശമുള്ള കുറച്ച് പച്ചക്കറികളെക്കുറിച്ച് പറയാം. അത് ഇളവൻ, കക്കരി, ചൊരങ്ങ, അതുപോലെ ഉണ്ണിക്കാമ്പ്, ഇതൊക്കെ ക്ഷാരാംശം വളരെ കൂടിയതാണ്. വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു 2 ഔൺസ് ഇതിൻ്റെ നീരുകൾ കുടിക്കുക. ഏതൊക്കെ? കക്കരി, ക്യാരറ്റ്, ഇളവൻ, ഉണ്ണിക്കാമ്പ്, ചൊരങ്ങ, ഇതെല്ലാം നല്ലതാണ്. ഇതൊക്കെ ക്ഷാരാംശം കൂടുതലുള്ളതാണ്. ഇതിൻ്റെ ഒരു 2 ഔൺസ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. 2 ഔൺസ് എന്നല്ല, ഒരു ഗ്ലാസ് തന്നെ കുടിക്കുക, ഒരു കുഴപ്പമില്ല. എത്ര കുടിച്ചാലും അത് ദോഷമില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചേരുവ ശ്രദ്ധിക്കണം. ചേരുവകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ വിരുദ്ധാഹാരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതെ വിശന്നിട്ട് കഴിക്കുക. പിന്നെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പല ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, ആഹാരം വളരെ പതുക്കെ സാവധാനം ചവച്ചരച്ച് കഴിക്കണം. പ്രത്യേകിച്ച് സ്റ്റാർച്ചിൻ്റെ ദഹനം നമ്മുടെ വായിലെ ഉമിനീരിലെ ടയാലിൻ കൊണ്ടാണ് നടക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ എല്ലാ ഐറ്റംസും കഴിക്കുമ്പോൾ നമ്മൾ സാവധാനം ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം പതുക്കെ കഴിക്കുന്നതും അസിഡിറ്റി കുറയാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ആഹാര രീതി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ശരിക്കും നന്നായിട്ട് നിങ്ങളുടെ അസിഡിറ്റിയെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.